നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത് 50 വയസ്സ് തന്നെയല്ല, അതിന് മുമ്പ് തന്നെ ഇത് തുടങ്ങും. അപ്പം നമ്മൾ എല്ലാവരും ശരിക്കും ചെയ്യേണ്ട ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സ്കാനിങ് നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഗ്രേഡ് 1 പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഈ മുടി കഷണ്ടി ഉള്ളവരുണ്ടല്ലോ, കഷണ്ടി ഉള്ളവർ നേരത്തെ തന്നെ നോക്കണം. ഒരു 40 ആകുമ്പോൾ തന്നെ പ്രോസ്റ്റേറ്റിന് അവർക്ക് ചാൻസ് കൂടുതലാണ്. കാരണം കഷണ്ടിയും ടെസ്റ്റോസ്റ്ററോണുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, അതായത് മെയിൽ ഹോർമോണുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയയും ടെസ്റ്റോസ്റ്ററോൺ മെയിൽ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം പ്രോസ്റ്റേറ്റ് ഈ ടെസ്റ്റോസ്റ്ററോണിന് അത്ര എക്സ്പ്രഷൻ ഉള്ള ഒരു ഓർഗനാണ്. അതുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പം BPH എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രോത്ത് കൂടുകയാണ്, അത് ഓവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്താണ് കാരണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിൽ പലപ്പോഴും വെറുതെ ഹോർമോൺ കൂടിയത് മാത്രമാവണമെന്നില്ല. നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരുന്നത്, അല്ല ചില ന്യൂട്രീഷൻ്റെ ഓവറായിട്ട് വരുന്നത്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത് വരാം. അപ്പം അത് ഓവറോൾ കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. അല്ലാതെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നേരത്തെ നോക്കി അതിനെ കുറയ്ക്കാനാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് ഗ്രേഡ് 1 ആണെങ്കിൽ 0ലേക്ക് കൊണ്ടുപോകണം, ഗ്രേഡ് 2 3 ആണെങ്കിൽ അതിനും ഗ്രാജുവലി അത് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പറേഷൻസും അല്ലെങ്കിൽ അത് ക്യാൻസറിലേക്ക് പോകുന്നതും ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.